അയോധ്യ ക്ഷേത്രത്തിലെ സ്വർണവും മറ്റ് വസ്തുക്കളും മോഷണം പോയതിനെക്കുറിച്ച് ഉള്ള വാർത്തകൾ വൈറലാണല്ലോ. ഈ വിഷയത്തിൽ പണ്ടെങ്ങോ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന അനുപം ഖേർ എന്നൊരു വ്യക്തി ഒരഭിപ്രായം പറയുകയുണ്ടായി. അയോധ്യ ക്ഷേത്രത്തിലെ മോഷണം പണ്ട് ഇന്ത്യയിലെ മുഗൾ രാജാക്കന്മാർ ഇന്ത്യൻ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ മോഷണം ഒന്നും അത്ര വലിയ സംഗതിയല്ലല്ലോ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ശ്രീ അനുപം ഖേർ ഇന്ത്യയിലെ BJP ഭരണകൂടത്തിന്റെ വലിയൊരു സപ്പോർട്ടറാണെന്നുള്ളതും അദ്ദേഹം മോഡിയുടെ വലിയ ആരാധകനാണെന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ഇങ്ങനെയല്ലാതെ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുക സാധ്യവുമല്ല. എന്നിരുന്നാലും ഇതിലെ മുഗൾ പരാമർശം അത്യാവശ്യം ചർച്ച ചെയ്യാൻ വകയുള്ളതാണെന്ന് കാണാം. അനുപം ഖേറിന്റെ അഭിപ്രായത്തോട് പ്രതികരിക്കുന്നു എന്ന രീതിയിൽ ഏതാണ്ട് 2020 മറ്റോ നസീറുദ്ദീൻ ഷാ എന്ന മറ്റൊരു നടൻ അനുപം ഖേറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഏതായാലും അത് ഇപ്പോൾ അനുപം ഖേർ പറഞ്ഞ ഈ അഭിപ്രായത്തോടുള്ള പ്രതികരണമല്ല, എങ്കിലും ഈ അഭിപ്രായവുമായി അതിന് വളരെ സാമ്യതകളുണ്ട്, സമാനതകളുണ്ട് അനുപം ഖേറിനെ കുറിച്ചുള്ള നസീറുദ്ദീൻ ഷായുടെ അഭിപ്രായത്തിന് എന്നുള്ളതാണ് ഇതിലെ വിമർശകരും അനുകൂലികളും ഒരുപോലെ പറയുന്നത്. 2020 നസീറുദ്ദീൻ ഷാ അനുപം ഖേറിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല. കാരണം അദ്ദേഹം ഒരു ക്ലൗൺ ആണല്ലോ, എപ്പോഴും അധികാരത്തിനു കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയുമാണല്ലോ അദ്ദേഹം എന്നാണ് നസീറുദ്ദീൻ ഷാ 2020 പറഞ്ഞത്. അതേതാണ്ട് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ പ്രചരിക്കുന്നു എന്ന് മാത്രം. അധികാരത്തിലുള്ള ഭരണകൂടത്തെ അനുകൂലിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് അനുപം ഖേർ എന്നും അദ്ദേഹം യഥാർത്ഥത്തിൽ അത് ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായം. അത് വെറും ഒരു കോമാളിത്തം, അയാളൊരു കോമാളിയാണെന്നുമാണ് നസീറുദ്ദീൻ ഷാ അന്ന് സൂചിപ്പിച്ചത്. ഇതേക്കുറിച്ച് ഇപ്പോൾ ചർച്ച നടത്തുന്നതിനെ കുറിച്ച് അനുപം ഖേർ പറയുന്നത് ആ 2020 നസീറുദ്ദീൻ ഷായുടെ അഭിപ്രായ പ്രകടനത്തിന് ശേഷം, തനിക്കെതിരായ അഭിപ്രായ പ്രകടനത്തിന് ശേഷം തങ്ങൾ തമ്മിൽ കാണുകയും അതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും വളരെ ലോഹ്യത്തിൽ രമ്യതയിൽ കഴിയുകയും ചെയ്യുന്നു എന്നാണ് അനുപം ഖേർ പറയുന്നത്. അതൊക്കെ നല്ല കാര്യം തന്നെ. എങ്കിലും അനുപം ഖേറിന്റെ ഈ മുഗൾ സാമ്രാജ്യക്കാർ ക്ഷേത്രക്കൊള്ള നടത്തിയതുമായി അയോധ്യയിലെ ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങളെ താരതമ്യം ചെയ്യുന്നതിലെ ദുരുദ്ദേശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. മുഗളന്മാർ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചില്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. തീർച്ചയായും ആ കാലത്ത് ഇന്ത്യയുടെ ആ കാലഘട്ടത്തിൽ ഇന്ത്യ ഇന്നുള്ള ഒരു ഏകീകൃത ഇന്ത്യ ആയിരുന്നില്ല. അനേകം നാട്ടുരാജ്യങ്ങൾ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന, പോരടിക്കുന്ന, പരസ്പരം കൊള്ളയടിക്കുന്ന അനേകം നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു ഉപഭൂഖണ്ഡത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്നത്. അങ്ങനെയുള്ള രാജ്യങ്ങളെയാണ് മുഗളന്മാർ പുറത്തുനിന്ന് വന്നവർ എന്ന നിലയിൽ കൊള്ളയടിച്ചതും മറ്റു മുതലുകൾ കടത്തിക്കൊണ്ടുപോയതും. പിന്നീട് അവർ തന്നെയാണ് ഇവിടെ തന്നെ സ്ഥിരം സെറ്റിൽമെന്റ് ആക്കി ഇതൊരു വലിയ രാജ്യമാക്കി ഏകോപിപ്പിച്ച് നിരവധി പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തി സാമ്പത്തിക രീതിയിൽ ഈ പ്രദേശത്തെ, ഈ ഉപഭൂഖണ്ഡത്തെ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്നതും. അപ്പോൾ അമ്പലക്കൊള്ള മുഗളന്മാർ നടത്തിയിട്ടില്ല എന്നൊന്നും ഇവിടെ ആർക്കും ന്യായീകരിക്കേണ്ട കാര്യമില്ല, ആവശ്യവുമില്ല. ഏതായാലും ചില സമുദായങ്ങൾക്ക് മുഗളന്മാരെ കുറിച്ച് പറയുന്നത് വലിയ വിഷമം ഉണ്ടാക്കുന്നത് പോലെ തോന്നാം. കാരണം ഇന്ന് ആ മുഗളന്മാരുടെ മതക്കാർ എന്ന് പറയുന്നവർക്ക് മുഗളന്മാർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മറുപടി പറയേണ്ട യാതൊരു ബാധ്യതയോ അവരെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് വികാര വിക്ഷോഭം കൊള്ളേണ്ട ആവശ്യകതയോ കാണുന്നില്ല. അനുപം ഖേറിനുള്ള അത്ര തന്നെ അടുപ്പമേ ഇവിടെ മറ്റുള്ളവർക്കും മറ്റെല്ലാ സമുദായക്കാർക്കും മുഗളന്മാരുമായിട്ടുള്ളൂ. കാരണം ആരും ആരുടെയും കുടുംബക്കാരോ ബന്ധുക്കളോ ഒന്നുമല്ല. ഇന്ത്യയുടെ പുരാതന ചരിത്രത്തിലെ പല കാലഘട്ടങ്ങളിൽ, പല അധ്യായങ്ങളിൽ ചിലത് മാത്രമാണ് മുഗളന്മാരുടേത്. അത് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും തുല്യ അകലമാണ്, തുല്യ ബന്ധമാണ്. ഒരു കൂട്ടർ അതിന്റെ പേരിൽ മറ്റൊരു കൂട്ടരെ അപമാനിക്കാനോ അപകീർത്തിപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ ഉള്ള യാതൊരു സാധ്യതയും അതിന് പിന്നിൽ കാണുന്നില്ല. ചിലരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിലും അനുപം ഖേർ പോലും അതൊരു വലിയ ദുരുദ്ദേശത്തോടെ തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം
മുഗൾ സാമ്രാജ്യത്തിന്റെ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നവരുടെ പൊതുവായ പശ്ചാത്തല പൊതുവായ ഭൂതകാലമായിട്ടല്ല മുഗളൻ കാലത്തെ കാണുന്നത്. അത് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പ്രത്യേക സമുദായത്തിന്റെ ഏതോ സ്വകാര്യതയാണെന്നുള്ള രീതിയിലാണ് അനുപം ഖേർ അഭിപ്രായപ്പെട്ടിട്ടുള്ളതും ആ സമുദായക്കാർ അതിനെക്കുറിച്ച് കാണുന്നതും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ അർത്ഥശൂന്യതയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം താജ്മഹൽ തേജോ മഹാലയാണെന്ന് പറഞ്ഞ് പൊളിക്കുന്നതോ, ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞതോ, ഇനി ചെങ്കോട്ട തന്നെ നാളെ മറ്റെന്തെങ്കിലും ആണെന്ന് പറഞ്ഞ് തകർത്ത് കളയാൻ പോകുന്നതോ ഇവിടത്തെ മുസ്ലിങ്ങൾക്ക് മാത്രം ബാധിക്കുന്ന ഒരു ഇഷ്യൂവേ അല്ല. ഇന്ത്യയിലുള്ള ദേശീയ ബോധമുള്ള, ഇന്ത്യയെക്കുറിച്ച് അഭിമാനം പുലർത്തുന്ന ഏതൊരു ഇന്ത്യക്കാരനും വിഷമമുണ്ടാക്കുന്ന വിഷയങ്ങൾ മാത്രമാണത്. ഇവിടെ അതിന്റെ പേരിൽ മുസ്ലിങ്ങൾ മാത്രമായി വികാര വിക്ഷോഭം കൊള്ളേണ്ട യാതൊരു ആവശ്യകതയും കാണുന്നില്ല. അതുപോലെ തന്നെയാണ് അയോധ്യയിലെ ക്ഷേത്രക്കൊള്ള മുഗളന്മാരുടെ ക്ഷേത്രക്കൊള്ളയുമായി താരതമ്യം ചെയ്തു എന്ന് വെച്ചിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേക സമുദായം അതിന്റെ പേരിൽ രോഷം കൊള്ളേണ്ട കാര്യമില്ല, അഭിപ്രായ പ്രകടനം നടത്തേണ്ട കാര്യവുമില്ല. അവരുടെ മുതൽ അവർ തന്നെ മോഷ്ടിച്ചു എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ അഭിപ്രായപ്പെടുന്ന അവരുടെ കൂട്ടത്തിൽപ്പെട്ട വേറെയും നേതാക്കളുണ്ട്. ഹിന്ദുവിന്റെ ക്ഷേത്രത്തിലെ മുതൽ ഹിന്ദു അപഹരിച്ചാൽ മറ്റുള്ളവർക്ക് എന്ത് കാര്യം എന്നാണ് അവർ ചോദിക്കുന്നത്. അതൊക്കെ വൈറലായ പല വീഡിയോകളായി നമ്മൾ കണ്ടതാണ്. ഏതായാലും രാജ്യത്തൊരു അപഹരണം നടന്നു എന്നുള്ളതാണ് പൊതുവായി നിയമദൃഷ്ട്യ അല്ലെങ്കിൽ ന്യായ വിഷയങ്ങൾ അറിയുന്നതിന്റെ രീതിയിൽ നമുക്കിത് കാണാനാവുക. അത് ഹിന്ദു ക്ഷേത്രമായാലും ശരി, മുസ്ലിം പള്ളിയായാലും ശരി, ക്രിസ്ത്യൻ ചർച്ചായാലും ശരി, ഒരു പൊതുമുതലാണത്. ദൈവത്തിൻ്റെത് എന്നാണ് വിവക്ഷയെങ്കിലും പൊതുമുതലാണത്. അത് അപഹരിക്കപ്പെടുന്നത് ഏതായാലും നല്ല കാര്യമല്ല, അതൊരു നിയമപ്രശ്നമാണ്, അതൊരു കുറ്റകൃത്യമാണ്. ഈ രീതിയിൽ കാണുന്നതിന് പകരം ഇതിനൊരു ഛായ നൽകി ആ മതത്തിൻ്റെത് ആ മതക്കാരുടെ പ്രശ്നം, ഈ മതത്തിൻ്റെത് ഈ മതക്കാരുടെ പ്രശ്നം, താജ്മഹൽ മുസ്ലിങ്ങളുടെ പ്രശ്നം എന്നൊന്നും ആക്കി തീർക്കുന്നതിനോട് യാതൊരു താല്പര്യവും ഇന്ത്യയിലെ വിവേകമുള്ള ഒരാൾക്കുമില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് മുഗളന്മാർ ഇന്ത്യയിൽ ക്ഷേത്രക്കൊള്ള നടത്തി എന്ന് കേൾക്കുമ്പോഴേക്ക് മുസ്ലിങ്ങൾ അതിന്റെ പേരിൽ ആവേശം കൊള്ളേണ്ടതോ വിഷമിക്കേണ്ടതോ യാതൊരു ആവശ്യമില്ല. ഏതായാലും ആരുടെയും മച്ചാനോ മച്ചുനനോ അല്ല ഈ മുഗളന്മാർ. ഇന്ന് ജീവിക്കുന്ന ഒരു മുസ്ലിമിന്റെയും, ഇന്ന് ജീവിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മതക്കാരനും എത്ര ബന്ധമാണോ അത്ര ബന്ധം മാത്രമേ മുസ്ലിങ്ങൾക്കും അവരുമായിട്ടുള്ളൂ. ഈ എല്ലാ കൂട്ടരുടെയും പൊതുവായ ഒരു പാസ്റ്റാണത്, ഭൂതകാലമാണത്. മുഗൾ ഭരണമാകട്ടെ, ബ്രിട്ടീഷ് ഭരണമാകട്ടെ, അതിനു മുമ്പ് എത്രയോ കാലം മുമ്പുണ്ടായ നാട്ടുരാജാക്കന്മാരോ അതിനു മുമ്പുണ്ടായിരുന്ന ചക്രവർത്തിമാരോ, ഇതൊക്കെ തന്നെ രാജ്യത്തിന്റെ പുരാതന കാലത്തെ ചരിത്രത്തിന്റെ ഭാഗങ്ങൾ മാത്രമാണ്. ഇന്ന് ജീവിക്കുന്നവരുടെ ആരുടെയും ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നുമല്ല അന്നത്തെ ആളുകൾ. ഏതായാലും അത് ഇന്ത്യയുടെ പൈതൃകത്തിന്റെ ഭാഗമായി രചിക്കപ്പെട്ട ചരിത്രത്തിന്റെ ഏടുകൾ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ത്രേതായുഗത്തിലേതായാലും മുഗൾ കാലത്തേതായാലും മൗര്യ കാലത്തേതായാലും ബ്രിട്ടീഷ് കാലത്തേതായാലും ഇന്നുള്ള ഇന്ത്യക്കാരന്റെ ഭൂതകാലത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ കുത്തകയായ കാലത്തെ ഒരു മതവിഭാഗത്തിനും കുത്തകപ്പെടുത്താനാവില്ല. ഭൂമിയിലെ സർവ്വ വസ്തുക്കളും മതപരമായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ചരിത്രത്തെയും ഇതേ രീതിയിൽ വിഭജിക്കാനുള്ള ഒരു തത്രപ്പാട് മാത്രമാണ് ഇതിന് പിന്നിൽ. അതിലൂടെ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്, ലക്ഷ്യങ്ങളാണ് എന്ന് കാണാം. അത് തന്നെയാണ് അനുപം ഖേർ അത്ര നിഷ്കളങ്കമായി പറഞ്ഞതല്ലത്, കരുതിക്കൂട്ടി പറഞ്ഞത് തന്നെയാണ്. ഒരു നിശ്ചിത വിഭാഗത്തെ വ്രണപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ അവരെ കുറ്റവാളികളായി ചിത്രീകരിക്കാനോ മാത്രം തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് സ്പഷ്ടമാണ്. പക്ഷെ എങ്കിലും അതിൽ രോഷം കൊള്ളേണ്ട കാര്യം അതിനാൽ ബാധിക്കപ്പെടും എന്ന് സങ്കല്പിക്കപ്പെടുന്ന ജനത്തിന് ഒരാവശ്യവുമില്ല.